الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുക. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളുമനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുമ്പിൽ സ്വഹാബികളായ വേറെ കുറച്ചാളുകൾ നമസ്കാരത്തിനു വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പോകാം എന്ന രീതിയിൽ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ഫൈദാ ഖറജ മശൈന മഅഹു ഇലൽ മസ്ജിദ്, അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾക്കും പള്ളിയിലേക്ക് പുറപ്പെടാമെന്ന ഉദ്ദേശത്തോടുകൂടെ. ഫജാഅന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ആ സമയത്ത് അതുപോലെ മുതിർന്ന സ്വഹാബിയായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, അഖറജ ഇലൈക്കും അബൂ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ ഇറങ്ങിയില്ലേ? അബൂ അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം വന്നില്ലേ, പുറത്തു വന്നില്ലേ? ഖുൽനാ ലാ ബഅദ് ഫജലസ മഅനാ, വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോടൊപ്പം ഇരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെ കാത്ത് അദ്ദേഹം പുറത്തു വരുന്നത്. ഫലമ്മ ഖറജ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നപ്പോ ഖുംനാ ഇലൈഹി ജമീഅൻ, ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. ഫഖാല ലഹു അബൂ മൂസ, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആ സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ, അബാ അബ്ദുറഹ്മാൻ, ഇന്നി റഅയ്തു ഫിൽ മസ്ജിദി ആനിഫൻ അംറൻ അൻകർതുഹു വലം അറാ, ഞാൻ മുമ്പ് കണ്ടിട്ടില്ലാത്ത, എനിക്ക് വളരെ അധികം വിഷമമുണ്ടാക്കിയ, എന്നെ വേദനിപ്പിച്ചൊരു കാര്യം ഞാൻ ഇന്ന് പള്ളിയിൽ വെച്ച് കാണുകയുണ്ടായി. ഫമാഹുവ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. രണ്ടു ആളും മുതിർന്ന രണ്ട് സ്വഹാബികൾ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ഫമാഹുവ, എന്താണ് താങ്കൾ കണ്ടത്? ഫഖാൽ, നമ്മളിപ്പോ പോയാൽ താങ്കൾക്ക് എന്നെ നേരിട്ട് കാണാൻ കഴിയും. റഅയ്തു ഫിൽ മസ്ജിദി, പള്ളിയിൽ ഞാൻ കണ്ടു. ഒരു മുതിർന്ന സ്വഹാബി വന്നിട്ട് എന്നെ വളരെയധികം വേദനിപ്പിച്ചൊരു കാര്യം പള്ളിയിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? അത് കേൾക്കുമ്പോ
അത്രമാത്രം ഒരു ഭയങ്കരമായൊരു കാര്യമാണോ ഈ സ്വഹാബി വന്ന് മറ്റൊരു സ്വഹാബിയോട് പറയുന്നത്? അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്താണ് അദ്ദേഹം പള്ളിയിൽ കണ്ടത്? ഖൗമൻ ഹിലഖൻ ജുലൂസൻ യന്തളിറൂന സ്വലാ. നമസ്കാരം പ്രതീക്ഷിച്ച് പള്ളിയിൽ ഇങ്ങനെ ഹൽക്കയായി വട്ടം കൂടിയിരിക്കുന്ന ആളുകളെയാണ് ഞാൻ പള്ളിയിൽ കണ്ടത്. ഫീ കുല്ലി ഹൽഖത്തിൻ റജുലുൻ. ഓരോരോ വളയങ്ങളാണ്, ഓരോ വട്ടങ്ങൾ, ഓരോ കൂട്ടങ്ങളാണ്, ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഓരോ സംഘത്തിന്റെയും കൂടെ അവർക്ക് ഒരാളുടെ ഓരോ നേതാവുണ്ട്. വഫി ഐദീഹിം ഹസ്വൻ. അവരുടെ കയ്യിലൊക്കെ ചരൽക്കല്ലുകളുണ്ട്. ഫയഖൂലു. അപ്പൊ അവരുടെ നേതാവ് ഈ വട്ടത്തിന്റെ കൂടെയുള്ള ഹൽക്കയുടെ കൂടെയുള്ള അവരുടെ നേതാവ് പറയും, കബ്ബിറൂ മിഅതൻ. 100 തവണ തക്ബീർ ചൊല്ലുവീൻ എന്ന് പറയും. ഫയുകബ്ബിറൂന മിഅ. 100 തവണ. അപ്പൊ അവരൊക്കെ കൂടെ അങ്ങനെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലും. ഫയഖൂലു. അത് കഴിയുമ്പോൾ അയാൾ പറയും, ഹല്ലിലൂ മിഅ. 100 പ്രാവശ്യം നിങ്ങൾ തഹ്ലീൽ ചൊല്ലുവീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം പറഞ്ഞോളി എന്ന് പറയും. അപ്പൊ ആളുകളൊക്കെ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറയും. വയഖൂലു സബ്ബിഹു മിഅ. അത് കഴിയുമ്പോൾ അയാൾ പറയും 100 തവണ തസ്ബീഹ് ചൊല്ലുവീൻ എന്ന് പറയും. ഫയുസബ്ബിഹൂന മിഅതൻ. അപ്പൊ ആളുകൾ 100 തവണ തസ്ബീഹ് ചൊല്ലും. ഫഖാല ഫമാദാ ഖുൽത ലഹു. അവരിങ്ങനെ ചെല്ലുന്നതിന്റെ കൂടെ അവരുടെ കയ്യിൽ ഈ മണലിൽ നിന്നുള്ള കുറച്ച് ചെറിയ ചെറിയ കല്ലുകളുണ്ട്, ചരൽ കല്ലുകൾ. അപ്പൊ അതെടുത്തിട്ട് 100 തവണ എണ്ണം പിടിക്കാൻ വേണ്ടി അവരിങ്ങനെ ആ കല്ലുകൾ എടുത്തു വെക്കുന്നുണ്ട്. ഫമാദാ ഖുൽത ലഹും. ഇങ്ങനെ കണ്ടപ്പോ താങ്കൾ അവരോട് എന്താണ് പറഞ്ഞത്? മാ ഖുൽതു ലഹും ശൈഅൻ. ഞാൻ അവരോട് ഒന്നും പറഞ്ഞില്ല. ഇന്തിലാറ റഅയക അബിന്തിലാറ അംരിക്. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഒരു നിലപാട് എന്താണ്, അതിനെപ്പറ്റി താങ്കൾക്ക് എന്ത് പറയാനുണ്ട് എന്നറിയാൻ വേണ്ടി ഞാൻ കാത്തതാണ്. ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ചോദിച്ചു, അഫലാ അമർതഹു. അബൂ മൂസ, താങ്കൾക്ക് അവരോട് കൽപ്പിച്ചുകൂടായിരുന്നുവോ? അൻയഉദ്ദു സയ്യിആതിഹിം. അവരുടെ തിന്മകൾക്ക് എണ്ണം പിടിക്കാൻ അവരോട് പറഞ്ഞുകൂടായിരുന്നുവോ? വലമിൻ തലഹും. താങ്കൾക്ക് അവർക്ക് ഉറപ്പ് കൊടുക്കാമായിരുന്നില്ലേ? അല്ലാ യുളീഅ മിൻ ഹസനാതിഹിം. അവരെണ്ണിയാലും ഇല്ലെങ്കിലും അവരെ നന്മകളൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. അവരിങ്ങനെ എണ്ണിക്കണക്കാക്കി കൊടുക്കേണ്ടതില്ല, അവരുടെ നന്മകളൊന്നും നഷ്ടപ്പെട്ടു പോവില്ല എന്ന് താങ്കൾക്ക് പറയാമായിരുന്നില്ലേ? സുമ്മ മല. എന്നിട്ട് അദ്ദേഹം പള്ളിയിലേക്ക് നടന്നു. വമലൈനാ മഅഹു ഹത്താ അത ഹൽഖതൻ മിൻ തിൽകൽ ഹിലഖ്. ആ ഹൽക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ഹൽക്കിന്റെ അടുത്ത് ചെന്നിട്ട് ഫവഖഫ അലൈഹിം. എന്നിട്ട് അവരടുത്ത് നിന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഫഖാൽ റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, മാ ഹാദല്ലദീ അറാകും തസ്നഊൻ. പള്ളിയിലാണ്, ആളുകൾ ഇങ്ങനെ വട്ടത്തിലിരിക്കുകയാണ്, തക്ബീറും തസ്ബീഹും തഹ്മീദും തഹ്ലീലും ചൊല്ലുകയാണ്. അവരുടെ അടുത്ത് ചെന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാ ഹാദല്ലദീ അറാകും തസ്നഊൻ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഖാലു. അവർ പറഞ്ഞു, യാ അബാ അബ്ദുറഹ്മാൻ ഹസൻ നഉദ്ദു ബിഹി. ഞങ്ങളുടെ കയ്യിൽ ഇതാ ഇങ്ങനെ കല്ലുകൾ കണ്ടില്ലേ, ഞങ്ങൾ ഇത് വെച്ച് എണ്ണം പിടിക്കുകയാണ്. അത്തക്ബീറ വത്തഹ്ലീല വത്തസ്ബീഹ. തക്ബീറും തഹ്ലീലും തസ്ബീഹും ഒക്കെയായി ഞങ്ങളിങ്ങനെ ദിക്ർ ചൊല്ലുകയാണ്, അത് എണ്ണം പിടിക്കാനുള്ളതാണ്. അപ്പൊ അദ്ദേഹം അവരോട് പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും. തക്ബീറിനും തഹ്ലീലിനും അല്ല, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾക്ക് എണ്ണം വെക്കുക. ഫഅനല്ലാമീനുൻ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാം, അല്ലാ യളീഅ മിൻ ഹസനാതികും ഷൈഉൻ. നിങ്ങൾ ചെയ്ത ഒരു നന്മയും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്ക് നാശം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മുഹമ്മദ് നബിയുടെ സമുദായമേ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലക്തകും ഹൗലാ. എത്ര പെട്ടെന്നാണ് നിങ്ങളിലേക്ക് കേടുവരാൻ തുടങ്ങിയത്, എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ തകരാറുകൾ പിടിവിട്ടു തുടങ്ങിയത്. ഹൗലായി സ്വഹാബത്തു നബിയിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതവാഫിറൂൻ. അള്ളാന്റെ റസൂൽ മരിച്ചു എന്ന സത്യമാണ്, പക്ഷെ റസൂലുള്ളാന്റെ നിഴലായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഞങ്ങൾ സ്വഹാബികൾ, ഞങ്ങൾ കുറെ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുമേനിയിൽ അണിഞ്ഞ വസ്ത്രങ്ങൾ ഇപ്പോഴും നുരുമ്പിപ്പോയിട്ടില്ല. റസൂല് മരിച്ചു, പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വസ്ത്രങ്ങൾക്ക് ഇപ്പോഴും കേടൊന്നും പറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്ത പാത്രങ്ങളൊന്നും പൊട്ടിപ്പോയിട്ടില്ല.
വല്ലദീ നഫ്സി ബിയദിഹി ഇന്നകും ലഅലാ മില്ലത്തിൻ മിൻ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങള് മുഹമ്മദ് നബിയുടെ ആളുകളെക്കാൾ വലിയ ആളുകളാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മുഹമ്മദ് നബിയുടെ സഹാബികളെക്കാൾ അനുചരന്മാരെക്കാൾ വലിയ ആളുകളാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വഴികേടിന്റെ വാതിലുകളെ തുറക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ പിഴവിന്റെ വാതിലുകളെ തുറക്കുകയാണ്. കാലു അവർ പറഞ്ഞു, വല്ലാഹ്, ദിക്റുകൾ ചൊല്ലിയിരുന്ന പള്ളിയിലുള്ള ആളുകൾ ബേജാറോടുകൂടെ പറഞ്ഞു, വല്ലാഹ്, അല്ലാഹുവാണ് സത്യം. യാ അബാ അബ്ദുറഹ്മാൻ, അബു അബ്ദുറഹ്മാൻ, മാ അറദ്നാ ഇല്ലൽ ഖൈർ, നല്ലതല്ലാതെ ഒരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല. മാ അറദ്നാ ഇല്ലൽ ഖൈർ, കൂലി കിട്ടണം, നല്ല കാര്യമാണ്, നന്മയാണ്, പുണ്യമാണ്, പടച്ചോന്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടണം എന്നല്ലാത്ത ഒരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലയുസീബഹു, എത്ര ആളുകളാണ് ഖൈർ ഉദ്ദേശിച്ചിട്ട് പലതും ചെയ്യുന്നു, അതവർക്ക് കിട്ടാറില്ല എന്ന് അദ്ദേഹം അവരോട് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, ഞാൻ ഈ സംഭവം പറഞ്ഞത് ഒരു അസറായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലശേഷം അബ്ദുല്ലാഹിബ്നു മസ്ഊദും അബൂ മൂസൽ അശ്അരിയും റളിയല്ലാഹു അൻഹുമ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന രണ്ട് സ്വഹാബികളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. അവര് പള്ളിയിൽ ചെല്ലുമ്പോ കല്ലെടുത്ത്, ചരൽക്കല്ലെടുത്ത് ആളുകൾ ഇങ്ങനെ ദിക്റുകൾ എണ്ണം പിടിക്കുന്നത് ഇത്രമാത്രം ഗൗരവത്തോടുകൂടെ എതിർക്കാനും പറയാനും പള്ളിയിൽ നിന്ന് അവരെ പിന്നീട് ഇറക്കി വിടാനും മാത്രമൊക്കെയുള്ള ഒരു വലിയ പ്രശ്നമാകുന്നത് എന്തുകൊണ്ടാണ്? ദിക്റുകൾ ചെല്ലുന്നത് തെറ്റല്ല, നിസ്കാരത്തിന്റെ മുമ്പേ കുറച്ചു മുമ്പ് വന്ന് പള്ളിയിൽ ഇരിക്കുന്നത് തെറ്റല്ല, തസ്ബീഹും തക്ബീറും തഹ്മീദും ഒന്നും തെറ്റല്ല, ചരൽക്കല്ല് ഹറാമുള്ള ഒരു കാര്യമല്ല. പിന്നെ ഇവര് ചെയ്ത തെറ്റെന്താണ്? എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? റസൂലുള്ളാഹിന്റെ വസ്ത്രം നുരുമ്പിയിട്ടില്ല, പാത്രം പൊട്ടിപ്പോയിട്ടില്ല, കൂടെ ജീവിച്ച സഹാബികളാരും മരിച്ചു പോയിട്ടില്ല, അതിനു മുമ്പ് നിങ്ങൾ ദലാലത്തിന്റെ വാതിലുകൾ തുറക്കുകയാണോ എന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഏർപ്പാട് വട്ടത്തിലിരുന്ന് സബ്ബിഹൂമിയ എന്നൊരാള് പറയാ, ഹല്ലിലൂമിയ എന്നൊരാള് പറയാ, കബ്ബിറൂമിയ എന്നൊരാള് പറയാ എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, അതൊരു പുതിയ പണിയാണ്. അത് റസൂൽ ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് അത് ഉണ്ടായിട്ടില്ല. തക്ബീർ ചെല്ലുന്നത് തെറ്റാണോ? അല്ല, നന്മയാണ്, പുണ്യമാണ്, അതിന് കൂലി കിട്ടും. തസ്ബീഹ് ചൊല്ലിയാൽ കൂലി കിട്ടും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആവർത്തിച്ച് എത്ര കണ്ടു ചൊല്ലുന്നുവോ അതിനൊക്കെ കൂലി കിട്ടും. പക്ഷേ ഒരു കാര്യം ഒരു പ്രത്യേക ഏർപ്പാടാക്കി ആളെ കൂട്ടി ഒരു ഭാഗത്തിരുന്ന് ദീനിന്റെ പേരിൽ ചെയ്യുമ്പോൾ അത് ചെയ്യാൻ എന്തു വേണം? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയുണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതിനെന്തെങ്കിലും ഒരു കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ ദീനിന്റെ കാര്യത്തിൽ അങ്ങനെയുള്ള സംഗതികൾ ചെയ്യാവൂ. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ദസ്വിമാല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ടിക് ടിക് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ദിക്റുകൾ ചെല്ലുക എന്നുള്ള ഒരു ഏർപ്പാട് സ്വഹാബികൾ പള്ളിയിലൊന്നിങ്ങനെ പ്രത്യേകം ഇരുന്നിട്ട് ഒരാൾ കൂട്ടത്തിൽ നേതാവായിരുന്ന് ഇതൊക്കെ ചെല്ലിക്കോളി എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു ഏർപ്പാട് തുടങ്ങിയപ്പോ മുതിർന്ന സ്വഹാബികൾ അതിനെതിരെ ദേഷ്യപ്പെട്ടതും അവരവിടുന്ന് പള്ളിയിൽ നിന്ന് ഇറക്കി വിടുന്നതുമായ സംഭവങ്ങൾ. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠെന്താണ്? ഞാൻ ഓതി വെച്ച ആയത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് കഹ്ഫിൽ നിന്നുള്ള 103, 104 ആയത്തുകളാണ്. നബി അവരോട് പറയുക, ഹൽ നുനബ്ബിയുക്കും ബിൽ അഖ്സരീന അമാല, കർമ്മങ്ങൾ നഷ്ടപ്പെട്ടവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? കർമ്മങ്ങൾ നഷ്ടപ്പെട്ടവർ, കർമ്മങ്ങൾ ചെയ്യാത്തവരല്ല, സൽക്കർമ്മങ്ങൾ ചെയ്യാത്തവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്നല്ല, കർമ്മങ്ങൾ ചെയ്തിട്ട് നഷ്ടക്കാരായവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ആരാണവർ? അല്ലദീന, അവരൊരു കൂട്ടരാണ്. ളല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിൽ അവർ ചെയ്ത പ്രവർത്തനങ്ങൾ പിഴച്ചു പോവുകയാണ് ഉണ്ടായത്. വഹും യഹ്സബൂന, അവർ വിചാരിച്ചത് അന്നഹും യുഹ്സിനൂന സുൻആ,
അവർ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നാണ് അവർ കരുതിയത്. നല്ല കാര്യമാണ് എന്ന് കരുതി പലതും പ്രവർത്തിച്ച് പിഴച്ചുപോയ ആളുകൾ ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, അവരാണ് കർമ്മങ്ങൾ നഷ്ടപ്പെട്ടവർ എന്നാണ് പരിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്ത് കഹ്ഫ് 103, 104 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. കർമ്മങ്ങൾ ചെയ്യുമ്പോ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഒരു പ്രവർത്തനം ചെയ്യുമ്പോ, കൂലി കിട്ടാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുമ്പോ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പുണ്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ അത് നിർവഹിക്കാവൂ. ആളുകള് മറ്റെന്ത് കാര്യത്തിൽ കുറച്ച് കാർക്കശ്യം കാണിച്ചാലും ദീനിന്റെ കാര്യം വരുമ്പോൾ വളരെ ഡിപ്ലോമാറ്റിക്കായി ഇടപെടണം എന്ന നിലപാടുള്ള കുറേ ആളുകൾ, പരിഷ്കാര ചിന്തയുള്ള മോഡേൺ എന്ന് സ്വയം കരുതുന്ന, ദീനിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു വാശിയും വട്ടവും കാണിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെളിവാരി എറിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തമ്മിൽ തല്ലുകയാണ്, കൊത്തുകയാണ് എന്നൊക്കെ അഭിപ്രായമുള്ള കുറേ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊന്നുകൂടെ മതപരമായ കാര്യങ്ങളിൽ നമ്മളൊക്കെ ഒന്ന് ഡിപ്ലോമാറ്റിക് ആകണം എന്ന നിലപാടുള്ളവരാണ്. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ഒരുപാട് ആളുകളിലേക്ക് ഇങ്ങനെ പകരുന്നു എന്ന് കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത്. സ്വഹാബികൾ പരസ്പരം തിരുത്തിയത്, സ്വഹാബികൾ പരസ്പരം ശബ്ദമുയർത്തിയത്, സ്വഹാബികൾ പള്ളിയിൽ നിന്ന് ആളുകളെ പുറത്തേക്ക് ഇറക്കി വിടുന്നത് എന്തിന്റെ പേരിലാണ്? ആളുകൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് തസ്ബീഹ് ചെല്ലുന്നത് കണ്ടപ്പോ ഞങ്ങൾ നബിയോടൊപ്പം ജീവിച്ചവരാണ്, അള്ളാഹുവിന്റെ റസൂൽ പ്രവാചക ജീവിതകാലത്ത് ഒരിക്കലും ഇങ്ങനെ പള്ളിയിൽ വട്ടത്തിലിരുന്ന് തക്ബീർ തസ്ബീഹും ചെല്ലുന്ന ഒരു ഏർപ്പാട് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ദലാലത്തിലേക്കാണ്, നിങ്ങൾ നശിച്ചു പോവുകയാണ്, നിങ്ങൾ ദീനിനെ തകർക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്വഹാബികൾ അവിടെ ഇടപെടുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാനിത് പറയുന്നതിന്റെ ഒരു പശ്ചാത്തലം ഇതുവരെ പറഞ്ഞു വന്നപ്പോൾ കൃത്യമായി എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. സമൂഹവും സമുദായം തീർച്ചയായും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലേക്ക് ഇറങ്ങുകയാണ്. ഏത് കാര്യത്തിലും നമ്മൾ നിലപാടെടുക്കുമ്പോൾ കുറെ പണ്ഡിതന്മാർക്ക് വേണമെന്നാണ് അഭിപ്രായം, കുറെ പണ്ഡിതന്മാരത് വേണ്ടെന്ന് പറയുന്നു, എല്ലാവരും ഹദീസ് പറയുന്നു, ആയത്ത് പറയുന്നു, എല്ലാവരും ദീനിന്റെ ആൾക്കാർ കൊണ്ടടക്കുന്നവർ കൊണ്ടടക്കത്തെ ഇല്ലാത്തവർ എടുക്കണം നിൽക്കണ്ട. ഇതാണ് ഒരു ശരാശരി മുസ്ലിം ഇത്തരം വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടുകൾ. ഇതാണ് ആ നിലപാടിനെ പറ്റി പറയാനാണ്, അതിന്റെ അപകടത്തെ പറ്റി മനസ്സിലാക്കാനാണ് സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിൽ വിശ്വാസം, അന്ധവിശ്വാസം എന്ന് പറയുന്നത്, പ്രവർത്തനങ്ങളിൽ ദീനിലുള്ളത് ദീനിലില്ലാത്തത് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചോ നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചോ നമ്മുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ചോ അല്ല. ഒലുവെടുക്കുമ്പോ കാല് കഴുകും. നമ്മൾ ഒലുവെടുത്തു കഴിഞ്ഞ് സോക്സ് ഇട്ട് കഴിഞ്ഞാൽ ആ സോക്സ് പാദരക്ഷ ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് പിന്നെ ഒലുവെടുക്കുമ്പോ പിന്നീട് എടുക്കുന്ന സുബൈക്ക് നമ്മൾ ഒലുവെടുത്തു, എന്നിട്ട് സോക്സ് ധരിച്ചു, പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ആ സോക്സിന്റെ മുകളിൽ കാൽപാദത്തിന്റെ മുകൾ ഭാഗം എങ്ങനെ തടവിയാൽ മതി, അത് അഴിച്ച് കാല് മുഴുവൻ കഴുകണമെന്നില്ല. ഈ ഭാഗം വന്നപ്പോ ഈ വിഷയത്തെപ്പറ്റി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ അഭിപ്രായത്തിൽ ഞാനാണ് പറയുന്നതെങ്കിൽ പാദരക്ഷയുടെ സോക്സിന്റെ അടിഭാഗം തടവണം എന്നാണ് ഞാൻ പറയുക. പക്ഷെ എന്റെ അഭിപ്രായത്തിന് ദീനിൽ ഒരു വിലയില്ലാത്തതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതുപോലെ പാദരക്ഷകൾ പിന്നീട് ഒലുവെടുക്കുമ്പോ അത് തടവുമ്പോ പാദരക്ഷയുടെ മുകൾ ഭാഗമാണ് തടവേണ്ടത്. എന്താ പറയുന്നത്? എന്റെ അഭിപ്രായത്തിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് ഒലുവെടുത്ത് സുബഹിക്ക് ഒലുവെടുത്തു, നമ്മൾ സോക്സ് ഇട്ടു, പിന്നെ ഉച്ചക്ക് ഒലുവെടുക്കുന്ന സമയത്ത് ലോഹറിന്റെ സമയത്ത് ഒലുവെടുക്കുമ്പോ സോക്സിന്റെ അടിഭാഗം തടവുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. അത് യുക്തിയാണ്, അതൊരു മനുഷ്യന്റെ യുക്തിയാണ്, അയാൾക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. ആ തോന്നുന്ന ആള് നിസ്സാരക്കാരനല്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് മുകൾ ഭാഗം തടവാനാണ്. എന്റെ അഭിപ്രായത്തിന് ദീനിൽ ഒരു വിലയില്ലാത്തതുകൊണ്ട് പാദരക്ഷ തടവുമ്പോ ചെയ്യേണ്ടത് മുകൾ ഭാഗം തടവൽ തന്നെയാണ്. ആരുടെ അഭിപ്രായത്തിന്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹി ലഭിക്കുന്ന മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിപ്രായത്തിനല്ലാതെ ലോകത്ത് ഒരു മനുഷ്യന്റെ അഭിപ്രായത്തിനും
ദീനിൽ പ്രത്യേകിച്ച് ഒരു പരിഗണനയില്ലാത്തത് കൊണ്ട് ഒരു കാര്യം ചെയ്യുമ്പോ അള്ളാഹു പറയണം, അല്ലെങ്കിൽ അള്ളാന്റെ റസൂല് പറയണം. അള്ളാഹു കൽപ്പിക്കണം, അള്ളാന്റെ റസൂല് ചെയ്ത് കാണിക്കണം. അള്ളാഹു ആവശ്യപ്പെടണം, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയിൽ ഉണ്ടാകണം. 10 കൊല്ലം മദീനത്തും 13 കൊല്ലം മക്കത്തുമായി 23 വർഷത്തെ പ്രവാചക ജീവിതത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിദിനം ആഘോഷിച്ചില്ല. സ്വന്തം ജന്മദിനം ആഘോഷിക്കുന്നത് പ്രയാസമുണ്ടെങ്കിൽ മുൻകാലത്ത് ഏതെങ്കിലും പ്രവാചകന്മാരുടെ മഹത്തുക്കളുടെ ഒന്നും ജന്മദിനം അള്ളാഹുവിന്റെ പ്രവാചകൻ ആഘോഷിച്ചില്ല. റസൂൽ അത് ആഘോഷിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടില്ല. സ്വഹാബത്ത് അത് ചെയ്തില്ല, താബിയുകൾ അത് ചെയ്തില്ല, തബൗ താബിയുകൾ അത് ചെയ്തില്ല. ചരിത്രത്തിലെവിടെയും പ്രാമാണികമായ കാലത്ത് നബിദിനാഘോഷം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിട്ടേയില്ല. ഒരു കാലത്തുണ്ടായിട്ടില്ല. 4 മദ്ഹബിന്റെ ഇമാമുകളും നബിദിനാഘോഷത്തിന് അനുകൂലമായ ഒരു ഫത്വയും നൽകിയതായിട്ട് നമുക്ക് ഒരു കിതാബിലും കാണാൻ കഴിയില്ല. എവിടെല്ലെങ്കിലും ഇത് ഇസ്ലാം ദീനാണ്, ഞങ്ങളിത് കൊണ്ടിടക്കും, ഞങ്ങളിത് ആഘോഷിക്കും, ഞങ്ങൾ അലങ്കരിക്കും, ഞങ്ങൾ അങ്ങാടിയിൽ ഇറങ്ങും, ഞങ്ങൾ ജാഥ നടത്തും, ഞങ്ങൾ മധുരപലഹാര വിതരണം നടത്തും. ഇതിങ്ങനെ ഒരു വാശിപ്പുറത്ത് ദീനിലില്ലെങ്കിലും ദീനാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത് അതൊരു ഏർപ്പാടായിട്ട് ഇങ്ങനെ നടന്നോട്ടെ എന്ന് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് മതപരമായ കാര്യങ്ങളിൽ കൃത്രിമമായി സ്വന്തം അഭിപ്രായ പ്രകാരം ഉണ്ടാക്കുന്നത് വലിയ തെറ്റാണ്. അതിനെയാണ് ദീന് ഇസ്ലാം ബിദ്അത്ത് എന്ന് പറയുന്നത്, പുതുതായി ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളെ കുറിച്ചാണ്. ബിദ്അത്ത് വഴികേടിലാണ്, വഴികേട് നാശമാണ്, നരകമാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടത്തിക്കൂട്ടിയ ശുദ്ധ ബിദ്അത്താണ്, കൊടിയ അനാചാരമാണ്. ഒരു അസുരമില്ലാത്ത, ഒരു തരത്തിലുള്ള അടിസ്ഥാനങ്ങളില്ലാത്ത, ഒരു ദുർബല ഹദീസിന്റെ പോലും പിൻബലമില്ലാത്തൊരു കാര്യമാണ് നബിദിനാഘോഷം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ അറിവ് കഴിയുന്നത്ര നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പങ്കുവെക്കുകയും ചെയ്യുക. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ, സദൂർത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും. പരിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 65-ാമത്തെ ആയത്തിൽ കാണാം, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന, അവരാരും വിശ്വാസികളാവുകയില്ല. നിന്റെ രക്ഷിതാവ് തന്നെയാണ് സത്യം, അല്ലാഹുവാണേ സത്യം, ജനങ്ങൾ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക, നബിയെ താങ്കൾ എന്താണോ വിധി കൽപ്പിക്കുന്നത് അങ്ങനെ താങ്കളെ വിധികർത്താവായി അവർ സ്വീകരിക്കുന്നത് വരെ, ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന കാര്യങ്ങളിൽ, വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാകുന്ന കാര്യങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നതുവരെ അവരാരും വിശ്വാസികളാവുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. താങ്കൾ നടത്തിയ വിധിയിൽ അവർക്ക് ഒരു തരത്തിലുള്ള വിഷമം ഉണ്ടാകാനും പാടില്ല. മതപരമായ കാര്യങ്ങളിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ തീർപ്പ് കൽപ്പിക്കേണ്ടത് എങ്ങനെയാണ്? മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തീർപ്പ് കൽപ്പിക്കേണ്ടത് എങ്ങനെയാണ്? ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക. ഹുക്കുമ് പറയാൻ ഒരാളെ തീരുമാനമെടുക്കാനും വിധി പറയാനും ഒരാളെ കണ്ടെത്തണം. അതാരാണ്? ഖുർആൻ പറയാണ് ഹത്താ യുഹക്കിമൂക. നബിയാണ്, അള്ളാഹുവിന്റെ റസൂലാണ്. മതപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തീർപ്പ് പറയേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ വിധികർത്താവാക്കുക? റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂലുള്ളാഹിനെ പോയി കാണാം, അള്ളാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലശേഷമോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലശേഷം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ
വാക്കുകളെ, പ്രവൃത്തികളെ, അംഗീകാരങ്ങളെ മുൻനിർത്തിയാണ് വിധി നടപ്പിലാക്കേണ്ടത് എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണങ്ങളിൽ നമ്മൾ വായിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, മനുഷ്യർക്കിടയിൽ വീക്ഷണ വ്യത്യാസങ്ങൾ വരും, വേറെ വേറെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. പല കാര്യങ്ങളിലും പലതരത്തിലുള്ള വീക്ഷണഗതികൾ പല കാലങ്ങളിലും ഇങ്ങനെ ഉയർന്നു വരും. അതൊക്കെ എങ്ങനെ പരിഹരിക്കുക, എങ്ങനെ ഒരേ രൂപത്തിൽ ഇങ്ങനെ ഒരുമിച്ച് ഈ ആളുകളൊക്കെ എങ്ങനെ കൊണ്ടുപോവുക, എന്തിലാണ് ആളുകളെ ചേർത്ത് നിർത്തുക, ഏത് മാനദണ്ഡം അനുസരിച്ചുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങളിൽ വിധി കൽപ്പിക്കുക? യുഹക്കിമൂക, മുഹമ്മദ് നബിയാകണം ആ മാനദണ്ഡം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് തീരുമാനമെടുക്കാൻ കഴിയണം. റസൂൽ പറഞ്ഞത് മതി എന്ന് തൃപ്തിപ്പെടാൻ കഴിയണം. അത് കഴിയുമ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിയിൽ വിഷമല്ലാതെ അത് ഉൾക്കൊള്ളാൻ കഴിയണം എന്നൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓരോ കാര്യങ്ങളിലും എത്ര ചെറിയ സംഗതികളാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ, അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവദിച്ചതുപോലെ എന്ന ഒരു മാനദണ്ഡത്തിലേക്ക് മടങ്ങിയാൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മതത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ മുന്നോട്ടു പോകാനാവുക എന്ന സന്ദേശമാണ് വളരെ കൃത്യമായി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള ഇടയില്ലാതെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനം എന്ന രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് അനിസ്ലാമികമാണ്, അത് ഇസ്ലാമിക വിരുദ്ധമാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരാണ്, അത് പിൽക്കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടപ്പെട്ടതാണ്. ഒരുപാട് നമ്മൾ വായിച്ചിട്ടുള്ളതുപോലെ ഇസ്ലാമിന്റെ, ദീനിന്റെ ആദ്യ കാലഘട്ടങ്ങളിലുള്ള മഹത്തുക്കൾ ജീവിച്ച കാലഘട്ടങ്ങളിലൊന്നും ഇസ്ലാമിക ലോകത്ത് നടപ്പില്ലാത്തൊരു പുത്തനാചാരമാണ് നബിദിനാഘോഷം. ഇത് നാം മനസ്സിലാക്കണം, സമൂഹത്തിന് ഇത് നാം പഠിപ്പിച്ചു കൊടുക്കണം, സമുദായത്തെ നമ്മളിത് ബോധ്യപ്പെടുത്തണം. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ ഏർപ്പാടുകളിലും, നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട എല്ലാ ഏർപ്പാടുകളിൽ നിന്നും ബോധപൂർവം നമ്മൾ വിട്ടുനിൽക്കണം. നബിദിനാഘോഷത്തോട് ഏതെങ്കിലും നിലക്ക് സഹകരിച്ചുകൊണ്ട് കുറെ ആൾക്കാര് പീഡിയന്റെ മുമ്പിൽ പിരിവിന് വരും. ഇതും വന്നു, ഒരു റെസീറ്റ് ഊറ്റി കാണിച്ചു, ഒരു 25 ഉറുപ്പിക ഞാൻ കൊടുത്തു എന്ന്. നബിദിനാഘോഷത്തിന്റെ കാര്യം എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുന്നത്, നബിദിന ആഘോഷത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യരുത് എന്നാണ്. അതിനു വേണ്ടി വരുന്ന ആളുകളോട് ഗുണകാംക്ഷയോടുകൂടെ നമ്മൾ പറയണം, നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വൃത്തികെട്ട, നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യത്തിനാണ് നിങ്ങൾ ഈ പണപ്പിരിവ് നടത്തുന്നതെന്ന് അവരോട് പറയാൻ, അതവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നാണ്. ഏതെങ്കിലും ഒരു രൂപയുടെ അനുകൂലമായൊരു മാനസികാവസ്ഥ പോലും ഇത്തരം ആഘോഷങ്ങളോട്, അനിസ്ലാമിക പ്രവണതകളോട് നമുക്കുണ്ടായിക്കൂടാ എന്നാണ് വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്. അവനവന്റെ കുട്ടിന്റെ ജന്മദിനാഘോഷം ഇതിങ്ങനെ ആൾക്കാർ വലിയ ചർച്ചയായി കൊണ്ടടക്കും. കുട്ടികളെ ജന്മദിനാഘോഷം, സ്കൂളിൽ കുട്ടികൾ ഇങ്ങനെ അവരെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. ആ കുട്ടി വേറെ കുട്ടിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ആ കുട്ടി കൊണ്ടുവന്നിട്ട് ഒരു കേക്കിന്റെ പൊട്ടോ ഒരു മുട്ടായിയോ അത് ഇവന് വാങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ഇഴകീറി ചർച്ച ചെയ്യുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമുദായം. പക്ഷേ അള്ളാഹുവിന്റെ ദീനിൽ പുണ്യം പ്രതീക്ഷിച്ച് ബർത്ത്ഡേക്ക് സ്കൂളിലെ ക്ലാസ്സിൽ ഒരു കുട്ടി കൊണ്ടുവന്ന ഒരു മുട്ടായി നമ്മുടെ കുട്ടി അത് വാങ്ങി തിന്നാൽ, ആ വാങ്ങി തിന്നുന്ന നമ്മുടെ കുട്ടിക്ക് ഇസ്ലാമിലെ വലിയൊരു പുണ്യകർമ്മം ഞാൻ ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടൊന്നും അല്ല ആ കുട്ടി ആ ഒരു മുട്ടായി വാങ്ങി തിന്നുന്നത്. അത് വലിയ ഗൗരവത്തോടുകൂടെ ചർച്ച ചെയ്യുന്ന ഒരു സമുദായമാണ്. ആ സമുദായത്തിലാണ് മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷം വലിയ കങ്കേമമായി ആചരിക്കപ്പെടുന്നത്. മറ്റൊന്നിനുമില്ലാത്ത പൈശാചികമായൊരു പിന്തുണ നബിദിനാഘോഷത്തിനുണ്ടാവും. ബലിപെരുന്നാൾ വന്നാലും ചെറിയ പെരുന്നാൾ വന്നാലും അലങ്കരിക്കപ്പെടാത്ത പള്ളികൾ, കത്താത്ത ലൈറ്റുകൾ, നടക്കാത്ത ആചാരങ്ങൾ, നടത്താത്ത ആഘോഷങ്ങൾ നബിദിനവുമായി ബന്ധപ്പെട്ട് നാട്ടുനടപ്പെന്ന നിലയ്ക്ക് ഇങ്ങനെ നമ്മുടെ സമൂഹത്തിലേക്ക് ഓരോ കൊല്ലം ചെല്ലും തോറും അതാത് സ്ഥലത്തെ കാലിയാരുടെ കാഴ്ചപ്പാടനുസരിച്ച് പുതിയ പുതിയ രീതികളും പ്രവണതകളും ഒക്കെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരികയാണ്. നമ്മുടെ ചെറുപ്പത്തിൽ എങ്ങനെ നമ്മൾ ഈദുൽ ഫിത്തർ ആഘോഷിച്ചോ അങ്ങനെ തന്നെ ഇപ്പോഴും ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത്.
ആഘോഷിക്കുന്നത്. നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ നമ്മുടെ സദസ്സിൽ ഏറ്റവും പ്രായമുള്ള ഒരാള്, അയാളുടെ ഓർമ്മയിൽ ആദ്യത്തെ ബലിപെരുന്നാൾ എന്തോ അതേ ബലിപെരുന്നാളാണ് മുസ്ലിം ഉമ്മത്ത് ഇന്നും ആഘോഷിക്കുന്നത്. പക്ഷെ നബിദിനാഘോഷം, നിങ്ങളുടെ ചെറുപ്പത്തിലെ നബിദിനാഘോഷവും ഇന്നത്തെ നബിദിനാഘോഷവും വ്യത്യാസം ഉണ്ടാകും. കാലം ചെല്ലും തോറും, കാലം മാറും തോറും, കാലം കഴിയും തോറും ആഘോഷങ്ങൾക്ക് ഇങ്ങനെ അതിന്റെ പൊലിമയും എണ്ണവും വണ്ണവും രൂപവും കോലവും ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിന്റെ കാരണം നേരം വെളുത്ത് ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട്, ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ ആ ആഘോഷവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ചെയ്യണം, പള്ളിയിലേക്ക് എങ്ങനെ നടന്നു പോകണം, നടക്കുന്ന വഴി ഏതാകണം, നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കണോ കഴിക്കണ്ടേ, പള്ളിയിൽ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പള്ളിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചൊല്ലണം, ഇസ്ലാമിന്റെ 2 ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും എണ്ണി പഠിപ്പിച്ച് തിട്ടപ്പെടുത്തി കൃത്യമായി ഇതാണ് ദീനിലെ പെരുന്നാൾ ആഘോഷം, ചെറിയ പെരുന്നാൾ ആഘോഷം ഇന്നതാണ്, ബലി പെരുന്നാൾ ആഘോഷം ഇന്നതാണ്, വ്യക്തമാണ് അതിന്റെ കാര്യങ്ങൾ, എന്തെല്ലാം ഇബാദത്തുകൾ എന്ന് ചെയ്യണം, എന്തെല്ലാം ആഘോഷങ്ങൾ ചെയ്യണം, നമുക്ക് എന്തെല്ലാം ചെയ്യാൻ എല്ലാം വ്യക്തമായ രേഖയാണ്. നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടോ അന്നെന്താ ചെയ്യേണ്ടത്, അന്നെന്താ ചൊല്ലേണ്ടത്, അന്നെങ്ങട്ടാ പോകേണ്ടത്, അന്നത്തെ നിസ്കാരം എന്താണ്, അതിന്റെ മുമ്പത്തെ നോമ്പെന്താണ്, അന്നത്തെ രീതികൾ എന്താണ്, അന്നത്തെ സുന്നത്ത് എന്താണ്, അന്നത്തെ ഫർള് എന്താണ്, എന്തെങ്കിലും ഒരു നിർദ്ദേശം ദീനിൽ എവിടെയെങ്കിലും. ഇത് ബത്വാലൂൻ എന്നാണ് പണ്ഡിതന്മാർ പറയാ, ശാപ്പാട്ട് രാമന്മാർ എന്ന് മലയാളം നമ്മൾ പറയും. അങ്ങനെയുള്ള കുറെ ആളുകൾ ദീനിലേക്ക് കൊണ്ടുവന്ന പുത്തനാചാരമാണ് നബിദിനാഘോഷം എന്ന് പറയുന്നത്. അതിന്നും നബിദിനാഘോഷത്തെ ദൂരെ നിന്ന് നോക്കിയാൽ ശാപ്പാട്ട് രാമന്മാർ കൊണ്ടുവന്ന ഏർപ്പാടാണ് എന്ന് വ്യക്തമായി തിരിയുന്ന അനാചാരമാണ്, ദീനിൽ കടത്തിക്കൂട്ടിയതാണ്, പ്രമാണങ്ങളില്ലാത്തതാണ്, തെളിവില്ലാത്തതാണ്. നബിദിനാഘോഷം ഇസ്ലാമിക വിരുദ്ധമാണ്. അത് നമ്മൾ അറിയുക, നമ്മൾ പഠിക്കുക, നമ്മൾ മറ്റുള്ളവരോട് നമ്മളത് കൃത്യമായി പങ്കുവെക്കുകയും ചെയ്യുക. സഹോദരങ്ങളെ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മനിബിത്തദാഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ ആരെങ്കിലും ഒരു കാര്യം ബിദ്അത്തൻ പുതുതായി ഒരാൾ തുടക്കം കുറിച്ചാൽ, യറാഹു ഹസന നല്ലതാണെന്ന് കരുതിയിട്ട് ഇസ്ലാമിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്താൽ, ഫഖദ് സഇമ അന്ന മുഹമ്മദൻ ഖാന റിസാല. നമ്മുടെ വിശ്വാസം എന്താണ്? സ്വർഗം കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും റസൂൽ പറഞ്ഞു തന്നു എന്നാണ്. നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടാണ് റസൂൽ വഫാത്തായത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പൂർത്തീകരിച്ചു തന്ന ആ ദീനിൽ ഇല്ലാത്തൊരു കാര്യം ദീനിലേക്ക് കൊണ്ടുവന്ന് അത് നടപ്പിലാക്കുന്നവർ, അവർ ഇങ്ങനെ വാദിക്കുന്നവരാണ്. ഇങ്ങനെ വാദിക്കുന്നതിന് തുല്യമാണ് അവരുടെ പ്രവർത്തനം. ഇമാം മാലിക് റഹിമഹുള്ള പറയാണ്, എന്താണ് അവരുടെ വാദം? അന്ന മുഹമ്മദൻ ഖാന റിസാല, അള്ളാഹു ഏൽപ്പിച്ച ദൗത്യത്തിൽ മുഹമ്മദ് നബി വഞ്ചന കാണിച്ചു എന്ന വാദത്തിന് തുല്യമാണ് ആ പ്രവർത്തനം. അതെന്താ? നല്ലൊരു കാര്യം, നമുക്ക് നല്ലതാണ് എന്ന് നമുക്ക് തോന്നുന്നത് നല്ലൊരു കാര്യം, അത് നമുക്ക് പറഞ്ഞു തരാതെ റസൂല് പോയില്ലേ? സ്വർഗം കിട്ടാനുള്ള ഒരു പുണ്യം അത് പഠിപ്പിക്കാതെ റസൂല് പോയില്ലേ? അള്ളാന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടാനുള്ള നബിദിനാഘോഷം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അത് പഠിപ്പിച്ചു തരാതെ റസൂല് പോയില്ലേ? ഖാന റിസാല, അള്ളാഹു ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അതിൽ വഞ്ചന കാണിച്ചു എന്ന് പറയുന്നതിന് തുല്യമാണ് ദീനിന്റെ പേരിൽ ഒരു പുണ്യപ്രവർത്തനം നടപ്പിലാക്കുന്നത് എന്നാണ് ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നത്. അള്ളാഹനെ സൂക്ഷിക്കുക, പടച്ചോനെ ഭയപ്പെടുക, റസൂലും അള്ളാഹു പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ദീനിനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാതിരിക്കുക, പറഞ്ഞിടത്ത് നിൽക്കുക, പറഞ്ഞത് മുഴുവൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പറഞ്ഞ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന കാര്യങ്ങളും കാണിച്ചു തന്ന കാര്യങ്ങളും അള്ളാഹ് റസൂലിന്റെ സുന്നത്ത് പ്പെട്ടവൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ അത് പൂർണ്ണമായി ചെയ്യാനും അതിന്റെ അപ്പുറത്തേക്ക് ദീനിനെ നീട്ടിവലിച്ചു കൊണ്ടുപോകാതിരിക്കാനുമുള്ള ശ്രമമാണ്, ശ്രദ്ധയാണ്, സൂക്ഷ്മതയാണ്, ജാഗ്രതയാണ് സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹ്യങ്ങളിൽ, സദ്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബസമേതം നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്തിൽ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗത്തിൽ ഒത്തുകൂടാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.
اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.